ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജിമ്മ് ബാഗാണ്. ജിമ്മിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു 2 ലിറ്റർ വെള്ള കുപ്പി, പിന്നെ അതിൽ 1 2 3 കൂട്ടം ഡ്രസ്സുകൾ ഒക്കെ ഇടാൻ പറ്റിയ കുറച്ച് ഇച്ചിരി വലിയൊരു സൈസാണ്. ഒരു 18 ഇഞ്ച് നീളവും അതിൻ്റെ സൈഡ് ഭാഗം റൗണ്ട് ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 10 ഇഞ്ചൊക്കെ വരുന്ന രൂപത്തിലാണ്. ഉള്ളിൽ ഒരു പോക്കറ്റ് ഉണ്ടാവും, ഹൈഡായിട്ടൊരു പോക്കറ്റ് ഉണ്ടാവും. പിന്നെ നമ്മളെ ചാർജറുകൾ അതൊക്കെ ഇടാൻ പറ്റിയൊരു ഒരു പോക്കറ്റ്, അങ്ങനെ 2 പോക്കറ്റ് അകത്തുണ്ടാവും. 2 പോക്കറ്റുകൾ 2 സൈഡിലുണ്ടാവും. പിന്നെ സെൻറ്റർ ഭാഗത്ത് ഒരു വലിയൊരു അറയും. ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബാഗ് നമ്മൾ സോളോ ട്രിപ്പൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു 5-6 കൂട്ടം ഡ്രസ്സുകൾ വെക്കാൻ പറ്റുന്ന രൂപമാണ്. അതുപോലെ ചെറിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയ യാത്രകളൊക്കെ പോവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളത് ചെയ്യാണ്. അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കളറാണ്. നല്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലെതർ ഫീലിംഗ് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ ഹാൻഡിലാണ്. ഇത് സ്ട്രാപ്പാണ്. ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ഇത് നമ്മുടെ ഹാൻഡിൽ. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇത് രണ്ടും നമ്മൾ വെക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം റൈഡിനൊക്കെ പോകുന്ന ആളുകൾ ബൈക്കുമ്മേൽ റോപ്പ് വെച്ച് കെട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു ഭംഗിയും കൂടെയാണ് ചെയ്ത് കഴിയുമ്പോൾ.
ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്, നല്ല മെറ്റീരിയലാണ്. 2 വർഷം 3 വർഷമൊക്കെ ബാഗ് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ മുന്നേ ചെയ്ത് കൊടുത്ത് തന്നെ. സാധാരണ ഇങ്ങനത്തെ റെക്സിനുകളൊക്കെ പൊടിഞ്ഞു പോരുന്ന ഒരു ഇഷ്യൂസ് ഉണ്ട്. അത് ലോക്കൽ തുണിയായിട്ടാണ്. അതിൻ്റെ മേൽഭാഗം അങ്ങനെ ചില ബാഗ് ലേഡീസ് ബാഗുകളുടെ ഒക്കെ മേൽഭാഗം പൊളിഞ്ഞു പോരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറവാണ്. നല്ല തുണിയാണെങ്കിൽ 2-3 വർഷം ഒക്കെ ഡെയിലി യൂസ് ചെയ്താൽ പോലും നമുക്കത് ലോങ് ലാസ്റ്റിങ് കിട്ടും. ഇത് നമ്മൾ ബാഗ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. ഇതാണ് നമ്മൾ ലൈനിങ് ആക്കി കൊടുക്കുന്നത്. ഇതൊരു വാട്ടർ പ്രൂഫ് തുണിയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് ലോഡ് എന്നാലും ബാഗിന് വല്ലാണ്ട് കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ ഇതിൻ്റെ വർക്ക് ജിമ്മ് നടത്തുന്ന ആളുകൾക്ക് അവരുടെ ബില്ലുകളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ വിവിധ കളറുകളിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടും. ഇപ്പോൾ സൈഡിലേക്കുള്ള 2 പോക്കറ്റ് ആയിട്ടുണ്ട്.
2 പോക്കറ്റുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ അകത്ത് വെക്കുന്ന പോക്കറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കളർ കൊടുക്കാൻ കാരണം ഇതിൻ്റെ പൈപ്പിങ്ങിൽ നമ്മളൊരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. പെട്ടെന്ന് നമ്മൾ സിബ് തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രൂപമാണല്ലോ ഈ കളറ്. അതുകൊണ്ടാണ് ഈ കളറ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഹൈഡായിട്ട് വെക്കാൻ ഒരു പോക്കറ്റാണ്. അതാണ് പോക്കറ്റ് ആയിട്ടുണ്ട്. വർക്കിൻ്റെ ഒരു 70% വർക്കുകളും കഴിഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഒരു ജിബുണ്ട്, അകത്ത് ഇങ്ങനൊരു ജിബ് കൊടുത്തിട്ടുണ്ട്. ഇത് അകത്താണ് വരിക. ഇതിലും നമ്മളൊരു ജിബില്ലാത്തൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാഗിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ജിബ് ആഡ് ചെയ്യാണ്. നമ്മൾ ജിബ് എടുത്ത് കഴിഞ്ഞു. ഇത് ഒന്ന് അരികിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ സിബ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കുകയാണ്. റണ്ണർ കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല കമ്പനി റണ്ണർ തന്നെ കൊടുക്കണം. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചില ബാഗുകൾക്കൊക്കെ പെട്ടെന്ന് റണ്ണർ കംപ്ലൈൻ്റ് ആയി വരുന്നത്, പൊട്ടിപ്പോവുക, അതുപോലത്തെ പ്രോബ്ലമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു ഹുക്ക് ഹോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2-3 സ്റ്റിച്ചൊക്കെ കൊടുക്കാറുണ്ട്. ഇതിലെന്തെങ്കിലും വസ്തുക്കൾ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഭാരം മുഴുവൻ ഈ ഹുക്കുമ്പോഴാണ് വരിക. അത് നല്ല ക്വാളിറ്റി ഉള്ള ഹുക്കാണ്. ഹുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതേ ഹുക്ക് തന്നെയാണ് ലാപ്ടോപ്പ് ബാഗുകൾക്കൊക്കെ കൊടുക്കാറ്. ഈ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയ ഏറ്റവും നല്ല ക്വാളിറ്റി ഹുക്കാണ്.
അപ്പോൾ ഇനി നമ്മൾ ഈ പോക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യലോട് കൂടി ഏകദേശം വർക്ക് കഴിഞ്ഞു. നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. സിബുണ്ട്, അതുപോലെ നമ്മളെ ഹുക്ക് ഹോൾഡ് ചെയ്യുന്ന അത്, റെക്സിന്, ലൈനിങ്, ഇത്രയും വന്നിട്ട് പോലും സൂചിക്കോ മെഷീനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് നമുക്ക് കിട്ടിയ രൂപം. ഇനി ഇതിൻ്റെ വേസ്റ്റ് വെട്ടി ഒരു സൈഡിലൂടെ ഒരു പൈപ്പിംഗ് അടിച്ചു കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ വേസ്റ്റ് വെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ലൈറ്റർ വെച്ചിട്ട് ഈ സിബിൻ്റെ അരികൊക്കെ നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. ഇങ്ങനൊരു പൈപ്പിങ് നമ്മൾ കൊടുക്കുമ്പോഴേ ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് ഏറെ കിട്ടും. പിന്നെ ഇതിൻ്റെ അരികൊന്നും പുറത്ത് വെളിയിലേക്ക് വല്ലാണ്ട് കാണൂല, കാണാൻ ഭംഗിയുണ്ടാവും. ഇത് വേണമെങ്കിൽ നല്ല സ്പീഡിൽ അടിച്ചു വിടാം, പക്ഷേ അപ്പോൾ സ്റ്റിച്ച് എല്ലായിടത്തും കൊടുങ്ങാണ്ട വരും. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മറിച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെ വർക്ക് ഫിനിഷായി. ഇതാണ് ഫൈനലായിട്ടുള്ള രൂപം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഹുക്ക് ഹോൾഡ് ചെയ്യുന്ന അവിടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുകയാണ്. എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു പോരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 or 3 സ്റ്റിച്ച് ഇട്ടാൽ മതി. പക്ഷേ സാധാരണ ഒരു സ്റ്റിച്ച് എല്ലാവരും ഇടും. ഇപ്പോൾ നമ്മൾ 1, 2, 3, 4 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പലരും പല പർപ്പസിന് യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് നമ്മൾ കാണണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നമ്മളിത് മറിക്കുകയാണ്. ഇതാണ് നമ്മൾ ചെയ്ത ബാഗിൻ്റെ ഫൈനൽ രൂപം. ഇതാണ് ഒരു പോക്കറ്റ് സൈഡിൽ
മറു സൈഡിലൊരു പോക്കറ്റ്, സെൻറ്റർ ഭാഗത്ത് സിപ്പ്, അകത്ത് സിപ്പുള്ള ഒരു പോക്കറ്റ്. ഇതാണ് നേരത്തെ പറഞ്ഞ ഹുക്ക് ഹോൾഡർ. ഇത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ഹുക്ക്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് ഫില്ല് ചെയ്തിട്ടുള്ള രൂപമാണ്. ഇത് നമ്മൾ ഷോൾഡറായിട്ട് ഇടാനുള്ളത്. ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് വേണ്ട തോന്നുവാണെങ്കിൽ ഇത് ഊരി വെക്കാം. ഇത് ലാപ്ടോപ്പിൻ്റെ ബാഗുകൾ, സൈഡ് ബാഗിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേ കളറിൽ തന്നെ നമ്മൾ ലാപ്പിൻ്റെ ബാഗ് അടിക്കലുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള. ഈ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് ഇത് അവരുടെ നെയിമൊക്കെ ഇതിൽ ജിമ്മിൻ്റെ പേരൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒക്കെ പറ്റും. എംബ്രോയ്ഡറിങ് ചെയ്യുക, സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് 1-2 വർഷമൊക്കെ എന്തായാലും ഡെയിലി യൂസ് ചെയ്താൽ പോലും ബാഗ് ഉപയോഗിക്കാൻ പറ്റും.